ആക്കുകയാണ് എന്ന്. അതേസമയം ഇയാൾക്ക് വേണ്ടി കത്തെഴുതിയ വിപിൻ ലാൽ പറയുന്നു, എന്നെ സുനിയും ജയിലധികൃതരും ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും കത്തെഴുതിച്ചിരിക്കുന്നു. ഈ പറയുന്ന നടൻ ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന്. അപ്പോൾ എന്താണ് ഈ പൊരുത്തക്കേട്? ഇപ്പോൾ ഇവിടെ പ്രശ്നം പോലീസിന് ആര് പറഞ്ഞത് വിശ്വസിക്കണമെന്നാണ്. വേണു ഒരു കാര്യം മനസ്സിലാക്കണം. പണ്ട് കാലത്തൊരു സിനിമ ഇറങ്ങിയിരുന്നു, കേരള പോലീസ് വേഴ്സസ് CBI, ഒരു CBI ഡയറി കുറിപ്പ്. ഞാൻ ഇത്ര കാലത്ത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഒരു കാര്യം ഞാൻ വളരെ രസകരമായി പറയുകയാണ്. കേരള പോലീസ് അല്ലെങ്കിൽ ഏത് ലോക്കൽ പോലീസും ആദ്യം ചെയ്യുന്നത് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നു, പ്രതിയിലൂടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. എന്നാൽ CBIയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തെളിവുകളും ശേഖരിച്ച് ആ തെളിവുകളുടെ പശ്ചാത്തലത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തു. ഇപ്പൊ ഇന്ന് 13 മണിക്കൂറോളം ചോദ്യം ചെയ്തില്ലേ ഒരു പ്രമുഖ നടനെ? എന്തുകൊണ്ട് ചോദ്യം ചെയ്ത്? എന്ത് തെളിവുകളാണ് അതിൽ ശേഖരിച്ചത്? ആ തെളിവും പ്രതിയുടെ ഇപ്പോഴത്തെ തെളിവുകളുമായി ശേഖരിച്ച് വെച്ച തെളിവുകളുമായി ഒത്തുനോക്കിയില്ലേ? ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് എന്താണ്? ഈ പറയുന്ന ജയിലിന്റെ ഉള്ളിൽ നിന്ന് ഒരു മൊബൈൽ ഫോൺ വിളിക്കപ്പെട്ടിട്ടുണ്ട്. ആ മൊബൈൽ ഫോൺ ആരെയാണ് വിളിച്ചത്? എന്തിനാണ് ഇങ്ങനെ മൊബൈൽ ഫോൺ വിളി നടന്നത്? അതിലെന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ? അതുമായി അന്വേഷിച്ച് കേസ് നടക്കുമ്പോൾ മുൻപേ അന്വേഷിച്ച നടിയെ തട്ടിക്കൊണ്ടുപോകലും അതുമായി ബന്ധപ്പെട്ട കേസുമായി ഇതിന് എന്ത് ബന്ധം? അത് ഇതുമായിട്ട് എങ്ങനെ നിങ്ങൾ കൂട്ടിയിണക്കുന്നു? അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുവാനായിട്ട് ആദ്യത്തെ ഗൂഢാലോചനയും രണ്ടാമത്തെ ഗൂഢാലോചനയുമായി ഒരുമിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തുവാനായിട്ട് ആർക്ക് അധികാരം കൊടുത്തു? അല്ല ശ്രീ ആളൂർ, അത് ശരിയാണ്. ഇത്തരം ഒരുപാട് നിയമവിരുദ്ധമെന്ന് പറയാൻ കഴിയുന്ന, വിമർശിക്കാൻ കഴിയുന്ന ധാരാളം കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്, നമ്മുടെ നിയമ സംവിധാനത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെയൊന്നും നടക്കാത്തൊരു നാട്ടിലാണ് എങ്കിൽ താങ്കൾ ഈ പറയുന്നത് ശരി. പക്ഷെ ഇവിടെ കോടതിയെ നിങ്ങൾക്കിത് ബോധ്യപ്പെടുത്താനൊന്നും അവസരം കിട്ടി. ദാ ഇവിടെ ഈ പറയുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്നതിൻ്റെ പേരിലാണ് ഈ 3 ദിവസത്തെ കസ്റ്റഡി ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അത് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഇവർ ദുരുപയോഗം ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് വാദിക്കാമരുതല്ലോ. അങ്ങ് വന്നിട്ടില്ല. പക്ഷേ അല്ല, അത് വാദിച്ചു, കോടതി കേട്ടില്ല, പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പറയുന്ന ഒരു കാര്യം വേണു മനസ്സിലാക്കണം. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പോലീസ് കോടതിയിൽ ധരിപ്പിക്കുമ്പോൾ അവിടെയുള്ള പ്രിസൈഡിംഗ് ഓഫീസർ മജിസ്ട്രേറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് തീർച്ചയായിട്ടും കാര്യങ്ങൾ ഗ്രഹിച്ചിരിക്കും, കേസ് ഡയറി നോക്കിയിരിക്കും. ഇത് തെറ്റായ കാര്യങ്ങൾ കോടതിയെ ധരിപ്പിച്ച് കോടതിയിൽ നിന്ന് ഒരു ഓർഡർ എടുക്കുക, എന്നിട്ട് മറ്റു പലരുടെ സംരക്ഷണത്തിന് വേണ്ടി. അല്ലല്ല, അത് ഏകപക്ഷീയമായല്ലോ സംഭവിച്ചത്. നിങ്ങളുടെ ഭാഗവും കേട്ടല്ലോ കോടതി. ഞാൻ പറയട്ടെ, ഈ പറയുന്ന സുനിയെ കോടതിയിൽ ഹാജരാക്കുന്ന കാര്യം അറസ്റ്റ് ചെയ്തതിനു ശേഷം അവരെ വീട്ടുകാരെയോ അതുപോലെ തന്നെ പ്രതിഭാഗം അഭിഭാഷകനെയോ അറിയിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം. 2, കോടതിയിൽ ഹാജരാക്കി ചില കാര്യങ്ങൾ. എങ്ങനെയാണ് ശ്രീ ആളൂർ ഇങ്ങനെ പറയാൻ കഴിയുക? നിങ്ങളുടെ പരാതിയല്ലേ കോടതിയിൽ എത്തിയിരിക്കുന്നത്? കോടതിയിൽ പരാതി എന്നാണ് എത്തിയത്? സുനിയെ മർദ്ദിക്കുന്നു, സുനിയുടെ കസ്റ്റഡി റദ്ദാക്കണം. മാധ്യമങ്ങളിലൂടെ സുനിക്ക് മരണമൊഴി കൊടുക്കേണ്ടി വരും എന്ന് അറിയേണ്ട ഗതിയാണ് പ്രതിഭാഗം അഭിഭാഷകർ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പ്രതിഭാഗം അഭിഭാഷകനായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ പ്രതിക്ക് വേണ്ടി, പ്രതിയുടെ നീതിക്ക് വേണ്ടി, പ്രതിയുടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം കൂടി തിരിച്ചു വരില്ലേ? കോടതി പ്രവർത്തിക്കുന്നില്ല മുമ്പ് അയാൾ ശിക്ഷിക്കണമെന്നും പറയുന്ന ഒരു അഡ്വക്കേറ്റ് ആളൂർ, ആര് പ്രവർത്തിച്ചില്ല എന്ന് ഞാൻ പറയുന്ന പോലീസ് സംവിധാനം ഈ പറയുന്ന ഒരു ചെറിയ കേസിന് 5 ദിവസം കസ്റ്റഡി, 10 ദിവസമാണ് കസ്റ്റഡി ആവശ്യപ്പെട്ടത്. അഡ്വക്കേറ്റ് ആളൂർ ഇത് പോലീസ് ആവശ്യപ്പെടും, പക്ഷെ കോടതിയാണ് തീരുമാനിക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് ഈ തെറ്റായ കാര്യങ്ങളും തെറ്റായ വിവരങ്ങളും കോടതിയെ ധരിപ്പിക്കുക, ഇതാണിപ്പോൾ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വാദിച്ച് വിജയിച്ചുകൂടെ? പോലീസാണ് കൺഫ്യൂഷൻ കൊണ്ടുവരുന്നത്. അരമണിക്കൂർ 2 ഭാഗത്തിന്റെയും വാദം കേട്ടു. പ്രതി ആദ്യം പറഞ്ഞ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു, കത്തിൽ ഉറച്ചു നിൽക്കുന്നു, വന്നിട്ടില്ല. പക്ഷേ പോലീസിന്റെ ആവശ്യപ്രകാരം മനസ്സിലാക്കുകയും പോലീസിന്റെ ആവശ്യപ്രകാരം ഒരു മൊഴി വേണം എന്ന് പറഞ്ഞാൽ അത് ഏതൊരു പ്രതിയും സമ്മതിക്കില്ല. അഡ്വക്കേറ്റ് ആളൂർ അരമണിക്കൂർ വാദപ്രതിവാദം നടന്നു 2 ഭാഗത്തിന്റെയും, എന്നിട്ടാണ് കോടതി തീരുമാനമെടുത്തത്. ഞാൻ പറയുന്ന ഒരു കാര്യം, കോടതിയിൽ തോറ്റത് ചാനൽ ചർച്ചയിൽ വന്ന് വിജയിപ്പിക്കാൻ ശ്രമിക്കരുത്. ഞാൻ കോടതിയിൽ തോറ്റേ ഇല്ല. അല്ല, താങ്കൾ തോറ്റു എന്നല്ല പറയുന്നത്. കോടതിയിൽ തോറ്റത്
കോടതിയിൽ തോറ്റത് ചാനൽ ചർച്ചയിൽ വന്ന് വിജയിപ്പിക്കാം എന്ന് കരുതരുത്. ഞാൻ കസ്റ്റഡി കൊടുത്ത് ശരിയായില്ല എന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. കൊടുത്ത കസ്റ്റഡിയിൽ പ്രതിയെ പീഡിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും പോലീസിന് ആവശ്യമായ ഒരു മൊഴി വേണം ആരെ രക്ഷിക്കാൻ. ആ കാര്യം കൂടി ഈ സമയത്ത് അഡ്വക്കേറ്റ് ആളൂർ ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ ഉന്നയിക്കാമായിരുന്നു. ഉന്നയിച്ചതാണ്, പരിശോധനയ്ക്ക് വിട്ടു, പരിശോധനാ റിപ്പോർട്ട് പരിശോധിച്ചു, കോടതി അതിൽ ബോധ്യപ്പെടുകയും ചെയ്തു. അപ്പൊ നിങ്ങൾ പറയും അത് സർക്കാരിന്റെ ചികിത്സാ സംവിധാനത്തിലൂടെ പോയതാണല്ലോ, അപ്പൊ സർക്കാരിന്റെ ചികിത്സാ സംവിധാനത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകാൻ ഇതേ നിങ്ങൾ ഒരു നിമിഷം ഇതേ നിങ്ങൾ തന്നെയാണ് ജയിലിൽ ഏറ്റവും സുരക്ഷിതനാണ് സുനി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സംവിധാനങ്ങൾ മാത്രം ശരി, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇതേ സർക്കാരിന്റെ സംവിധാനങ്ങളിൽ മാത്രം പ്രതി സുരക്ഷിത. അതിന്റെ വൈവിധ്യമല്ല ചർച്ച. അങ്ങ് ദയവ് ചെയ്ത് ടെലിഫോൺ ലൈൻ തുടരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ ബൈജു കൊട്ടാരക്കര, ഈ ജോർജ് തോമസ് ആയാലും ജോർജ് ജോസഫ് ആയാലും ശ്രീ അജകുമാർ ആയാലും ഒക്കെ സംസാരിച്ചൊരു കാര്യമുണ്ട്. ഇതിൽ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ചെയ്യുകയായിരുന്നുവെങ്കിൽ പിടിക്കപ്പെടേണ്ടവർ പിടിക്കപ്പെടുമായിരുന്നുവെന്ന് നടിയുടെയും മഞ്ജു വാര്യരുടെയും പേര് തന്നെ ശ്രീ ജോർജ് ജോസഫ് ഇവിടെ പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് ശക്തമായി എന്താണ് സംഭവിച്ചത്, എന്താണ് ഇതിൻ്റെ പിന്നിലെ കാര്യകാരണങ്ങൾ എന്ന് പറയാൻ ഇവർക്കൊരു വൈമുഖ്യം? ഇപ്പോൾ സിനിമാ യോഗത്തിൽ പോകില്ല മഞ്ജു വാര്യർ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രതീകാത്മകമായ പ്രതിഷേധമൊക്കെ? അവിടെ പോയി കാര്യങ്ങൾ അവതരിപ്പിക്കുക. അങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആ നിലപാട് വ്യക്തമാക്കുക. അതല്ലാതെ പ്രതീകാത്മകമായ ബഹിഷ്കരണം കൊണ്ട് എന്താണ് ഫലം? ഇനി ഒരു സംഘടനയിൽ ഒരു അംഗമായി തന്നെ നിൽക്കുകയാണല്ലോ, അംഗത്വമൊന്നും റദ്ദാക്കിയിട്ടല്ലല്ലോ ഈ പ്രതിഷേധം നടത്തുന്നത്. അപ്പോൾ അതൊരു നിസ്സഹായതയാണ് എങ്കിൽ ശരി, ആ സംവിധാനം അങ്ങനെയാണ്, അതുകൊണ്ട് അവർ നിസ്സഹായയാകുന്നു. അന്വേഷണ സംവിധാനത്തിൻ്റെ മുന്നിൽ എന്ത് നിസ്സഹായത? അവർക്കൊരു വ്യക്തി എന്ന നിലയിലുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ടല്ലോ. അവർ കാര്യങ്ങൾ പറയണ്ടേ? ഈ നടിയും കാര്യങ്ങൾ വ്യക്തമായി പറയണ്ടേ? അതിൻ്റെ ബാധ്യത അവരിലാണ് എന്നല്ല പറയുന്നത്. ഇവിടെ ഇപ്പോൾ ശരിയായ ദിശയിലാണോ അല്ലയോ പോലീസിന് ഇവരെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നൊക്കെ നാം വിലപിക്കുമ്പോൾ ശക്തമായി കാര്യങ്ങൾ പറയേണ്ടവർ ശ്രീ ജോർജ് ജോസഫ് ചൂണ്ടിക്കാട്ടിയ വ്യവസ്ഥ 8, 9, 10 അല്ല 8, 9, 10 9, 10 നിൽക്കട്ടെ. 8 ഈ മോട്ടീവ് എന്താണ് എന്ന് പറഞ്ഞുകൂടെ? അത് 120B ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ? എന്തായിരുന്നു ലക്ഷ്യം? അത് പറയാൻ ആർക്കും കഴിയാതിരിക്കുന്ന എന്താണ്? നിങ്ങളുടെ മേഖലയിലുള്ളവർ തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ആ ലക്ഷ്യം കണ്ടെത്തുവാൻ ഒരു ചുവട് മുന്നോട്ട് പോകാൻ എന്തേ തയ്യാറാകാത്തത് നിങ്ങളുടെ ഭാഗത്തുള്ളവർ? ഇത് വീണ്ടും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിനിമയ്ക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഇന്ന് വരെയും എല്ലാ ആൾക്കാരെയും സംശയദൃഷ്ടിയ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ഒരു സിനിമ രക്ഷപ്പെടാൻ തുടങ്ങിയ സമയത്താണ് ഈ ഇഷ്യൂസ് എല്ലാം വന്നു ചേർന്നത്. സിനിമ വീണ്ടും പഴയ പടിയിലേക്ക് പോകുന്നതാണെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ പോലും തെളിയിക്കുന്നത്. ഇപ്പോൾ റിലീസായ ഒരു സിനിമ പോലും നല്ല രീതിയിൽ കളക്ഷൻ വന്ന ഒരു സിനിമയ്ക്ക് പോലും ഇന്നലെ അല്ലെങ്കിൽ മെനിയാന്ന് മുതൽ അതിൻ്റെ കളക്ഷൻ കുറഞ്ഞു വരുന്നു. ഏതാണ്ട് 10 കോടി രൂപയോളം കളക്ട് ചെയ്യേണ്ട ഒരു സിനിമയുടെ അവസ്ഥയാണ്. അപ്പോൾ സിനിമാക്കാരുടെ വീട്ടിലേക്ക്, ഇന്നസെൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നു, മുകേഷിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നു. ഇതൊക്കെ പറയുമ്പോൾ ഇത് സിനിമാക്കാരെ കുറിച്ച് വളരെ മോശമായ ഒരു അഭിപ്രായം ജനതയുടെ മുമ്പിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥാവിശേഷമാണുള്ളത്. ഇനി വേണം ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇന്നത്തെ ഒരു പ്രമുഖ ദിനപത്രത്തിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഈ കേസ് തുടങ്ങിയ സമയത്ത് തന്നെ ഈ കേസിൽ ഉൾപ്പെട്ടിരുന്ന അല്ലെങ്കിൽ കേസിൻ്റെ അന്വേഷണത്തിൽ ഉൾപ്പെട്ടിരുന്ന ഒരു DYSPയെ മലയാള സിനിമയുടെ എല്ലാ അധോലോക പ്രവർത്തനങ്ങളും സിനിമയിലെ കോടികൾ വരുന്ന ആ വഴിയും കാര്യങ്ങളും എല്ലാം അറിയാവുന്ന ഒരു DYSP ക്രൈംബ്രാഞ്ചിലായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ചിലായിരുന്നു നേരത്തെ. അദ്ദേഹം ഈ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഈ അന്വേഷണ സംഘത്തിൽ അദ്ദേഹം നിന്നപ്പോൾ ഇതിലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയ സമയത്ത് മുകളിലുള്ള സിനിമാ ബന്ധമുള്ള ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശ മൂലം അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദം മൂലം അദ്ദേഹം ഈ കേസ് അന്വേഷണത്തിൽ നിന്ന് പിന്മാറി എന്നൊരു വാർത്ത ഇന്നൊരു പ്രമുഖ ദിനപത്രത്തിൽ കൊടുത്തിരുന്നു. ഇത് കേരളത്തിലെ ജനങ്ങളെല്ലാം വായിച്ചു കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് അത്രയും പ്രാധാന്യത്തോടെയാണ് ആ വാർത്ത കൊടുത്തിരുന്നത്. അപ്പോൾ പോലീസിൽ നിന്ന് ഇതിൻ്റെ ആദ്യ ഘട്ടം മുതൽ എന്തൊക്കെയോ മറച്ചു വെക്കാനൊരു ശ്രമം നടന്നു വന്ന പോലെ വന്നു. അതാണല്ലോ ഈ ചർച്ച ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ആവശ്യം അതാണല്ലോ. അതിനുശേഷം ദിനേന്ദ്ര കശ്യപ് എന്ന IPS ഓഫീസർ വന്നപ്പോലും
വന്ന സമയത്ത് ഇദ്ദേഹം മാറി ആ സമയം കൊണ്ട് അവിടുന്ന്. അപ്പോൾ അദ്ദേഹം വന്നതിന് ശേഷം വീണ്ടും അന്വേഷണം തണുത്തു, വീണ്ടും വരുന്നു, വീണ്ടും അന്വേഷണം തണുക്കുന്നു. അപ്പോൾ എന്താണെന്നറിയില്ല, അന്വേഷണത്തിലൊരു എന്ത് പറഞ്ഞാലും ശരി, അന്വേഷണത്തിലൊരു ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലാത്ത ഒരു മുന്നോട്ട് പോക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ആ വാർത്തയുടെ ഒരു ഭാഗം മാത്രം പറഞ്ഞ് മറ്റേ ഭാഗം വിസ്മരിക്കരുത്. അതേ വാർത്തയുടെ തന്നെ തുടർച്ചയായി പറയുന്നത് ഗൗരവതരമായ ഇത്തരമൊരു ചോദ്യം ചെയ്യലിലേക്ക് ഈ അന്വേഷണ സംഘം കടക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ആ ഉദ്യോഗസ്ഥനെ വീണ്ടും വിളിച്ചു. നിങ്ങൾ ഈ ചോദ്യം ചെയ്യുന്നതിനോട് സഹകരിക്കണം, ഇതിൽ പങ്കാളിയാകണം. അദ്ദേഹം തയ്യാറായില്ല. അപ്പോഴും അദ്ദേഹം പറയുന്നത് ഈ ഉന്നത പോലീസ് മേധാവി ഈ പറയുന്ന കുഴപ്പക്കാരുമായെല്ലാം ബന്ധവും സ്വാധീനവുമുള്ളയാളാണ്, അയാളുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് ഈ സംഘത്തിലുള്ളത്, അതുകൊണ്ട് ആ സംഘവുമായി സഹകരിച്ചു പോകാൻ കഴിയില്ല എന്ന്. ഇങ്ങനെയൊക്കെ കരുതുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാകും ശ്രീ ബൈജു കൊട്ടാരക്കര. അങ്ങനെയെങ്കിൽ ഈ ദിനേന്ദ്ര കശ്യപിനെ നിങ്ങൾ തള്ളിപ്പറയണം, ഈ പറയുന്ന ജോർജിനെ തള്ളിപ്പറയണം, ബൈജു പൗലോസിനെ തള്ളിപ്പറയണം. അങ്ങനെയല്ലേ? ക്രൈംബ്രാഞ്ച് എസ് പിയെ തള്ളിപ്പറയണം. ഇല്ല വേണോ, അത് അല്ല, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായേണ്ടതായിരിക്കുമല്ലോ അദ്ദേഹം അത് പറഞ്ഞത്. ഇല്ലെങ്കിൽ അദ്ദേഹം പറയില്ലല്ലോ. അത് ഇത് വായിക്കുന്ന ജനങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് വേണു? ഇവർ തമ്മിൽ ഒരു ചക്കളത്തിപ്പോരുണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? പോലീസിനുള്ളിൽ ഒരു ചക്കളത്തിപ്പോരുണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അവരാണ്, പോലീസാണ് ആദ്യം ഈ സംശയം ദൂരീകരിക്കേണ്ടത്. കാരണം ഈ ഡിവൈഎസ്പിക്ക് അവിടെ വന്ന് അവർ ക്ഷണിക്കുന്നു, ഈ ഡിവൈഎസ്പിക്ക് അവിടെ വന്ന് ഈ കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്യാൻ കഴിയില്ല എങ്കിലുള്ള തടസ്സം ഈ അന്വേഷണ സംഘം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ അന്വേഷണ സംഘത്തെ തന്നെയാണ് നിങ്ങൾ നിരാകരിക്കേണ്ടത്, നിങ്ങൾ അംഗീകരിക്കാതിരിക്കേണ്ടത്. വേണു, ഒരു സംഘത്തിൽ ഇപ്പോൾ ഒരു 8, 10, 15, 20 പേരടങ്ങുന്ന ഒരു സംഘമുണ്ടെങ്കിൽ അത് 2, 3 പേര് മതിയല്ലോ, അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥർ മതിയല്ലോ. പോലീസിനെ കടന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. താഴെ നടക്കുന്ന അന്വേഷണം മേലുദ്യോഗസ്ഥർ അറിയണം. അപ്പോൾ മേളിലുള്ള ആരെങ്കിലും ഒരാൾ അതിനെ ഒന്ന് പ്രസ് ചെയ്താൽ, അല്ലെങ്കിൽ ഒന്ന് പ്രഷറൈസ് ചെയ്താൽ ചിലപ്പോൾ നിർത്തേണ്ടി വരും, അല്ലെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകേണ്ടാത്ത അവസ്ഥ വരും. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, അന്വേഷണത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് ഇപ്പോഴും ചോദ്യം ചെയ്യലുകളും കാര്യങ്ങളെല്ലാം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ ബലമായ സംശയം, ഞാനൊരു കാര്യം പറയട്ടെ, ഒരു 2 ബംഗാളികളെ കിട്ടിയാൽ മിക്കവാറും ഈ കേസ് അവസാനം അന്വേഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 2 ബംഗാളികളെ കിട്ടണം. അതിന്റെ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി അദ്ദേഹം കേരളത്തിലില്ല, മറ്റു തിരക്കുകളിലുമാണ് അദ്ദേഹം. ശ്രീ ആളൂർ, വിപിൻ ലാൽ ഒരു രൂപത്തിൽ ഈ കാര്യങ്ങൾ പറയുന്നു, ഇതിൽ നടന് പങ്കില്ല, എന്നെ ഭീഷണിപ്പെടുത്തി എഴുതിച്ചിരിക്കുന്നു. സുനിയെ പറ്റി ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത് സുനി പറയുന്ന കാര്യങ്ങളിൽ 70% കള്ളം, അതിനെ പിൻപറ്റി പോകാൻ കഴിയില്ല, പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇനി വിഷ്ണു എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആളൂർ ഇപ്പോൾ ലൈനിലില്ല, ആളൂരിലേക്ക് വേഗം തിരികെ എത്താൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒരു ഇടവേളയിലേക്ക് കൂടി പോകുന്നു, ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.